ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും LittleGreyCellsന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ചൊറിച്ചിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു അസുഖമാണ്, പല രീതിയിൽ ഉണ്ടാവുന്ന ചൊറി. അപ്പോൾ ഈ ചൊറിച്ചിൽ നിസ്സാരക്കാരനൊന്നല്ല. അപ്പോൾ ഈ ചൊറി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. ഇപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സുഖമാണ് അല്ലേ? അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ കൈ എത്താത്ത ഭാഗത്തൊക്കെ ചൊറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ചൊറി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ചെറിയ ചെറിയ ചൊറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചൊറി എന്ന് പറയുന്നത് നിസ്സാരക്കാരനൊന്നല്ല. നമ്മൾ ഈ ചൊറിക്ക് പ്രോപ്പറായിട്ട് ചികിത്സ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല വലിയ അസുഖങ്ങൾക്കും കാരണമാവും. കരൾ രോഗം, ഗാൾ സ്റ്റോണ്, കിഡ്നി രോഗങ്ങൾ, അതുപോലെ പ്രമേഹം, ഇതിനൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ ചൊറികൾ കാരണമാവും. അപ്പോൾ നിങ്ങൾ ചൊറിയുമ്പോൾ സൂക്ഷിച്ച് ചൊറിയുക, അല്ലെങ്കിൽ പണി പാളും. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പൊടിക്കൈകളുണ്ട് ഇഷ്ടം പോലെ, അതായത് നമ്മുടെ വീട്ടുവൈദ്യം. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചൊറിച്ചിലിന് ഫലപ്രദമായിട്ടുള്ള റെമഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 3-4 ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചൊറിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി പാർട്സിലാണ് പെട്ടെന്ന് പിടിപെടുക. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ശരീരഭാഗത്ത് എന്ന് വെച്ചാൽ അണുക്കൾ പെട്ടെന്ന് കയറാനുള്ള സാധ്യത. അപ്പോൾ ആ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ കീടാണുക്കൾ കയറി അപ്പോൾ അവിടെ ചൊറിയുടെ രൂപത്തിൽ ആ ഒരു രോഗം പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചൊറിച്ചിലിന് പല ടൈപ്പ് റീസൺസ് ഉണ്ട്. ഇപ്പോൾ അലർജി, ഫുഡിൽ നിന്നുള്ള അലർജി ആയിരിക്കാം, അല്ലെങ്കിൽ വായു എന്നുള്ള അലർജി ആയിരിക്കാം, നമ്മളിടുന്ന വസ്ത്രത്തിൽ നിന്ന്, അങ്ങനെ പല ടൈപ്പ് അലർജികൾ കാരണം നമുക്ക് ചൊറിച്ചിലുണ്ടാവും. പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, അപ്പോൾ അവർക്കും അതിൽ നിന്നുള്ള അലർജി കാരണം ചൊറിച്ചിൽ പിടിപെടും. പിന്നെ ഭക്ഷ്യ വിഷബാധ, അപ്പോൾ നമ്മൾ ചില ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഇത് പ്രകടിപ്പിക്കുന്നത് ഈ ചൊറികളായിട്ടാണ്. സ്കിന്നിലുണ്ടാവുന്ന അലർജി, അതുപോലെ ചുണങ്ങ്, ഇതൊക്കെ ചൊറിക്ക് കാരണമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കീടാണുക്കൾ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് കീടാണുക്കൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ കീടാണുക്കൾ കാരണം നമുക്ക് ചൊറിച്ചിൽ പിടിപെടും. പിന്നെ എന്തെങ്കിലും പെറ്റ്സ്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച, പട്ടി, അങ്ങനെയുള്ള ജീവികളിൽ നിന്ന് നമുക്ക് ഈ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചൊറിച്ചിലിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാരണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ ചൊറി വന്നാൽ എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ വന്നാലുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോണത്. ചൊറി ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ ചൊറിയുള്ള ഭാഗത്ത് കഴുകുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ഫുഡ് കാരണം നമുക്ക് ചൊറി ഉണ്ടാവും. അപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുക. അപ്പോൾ ഈ ചൊറിയുള്ള സമയത്ത് നിങ്ങൾ ടൈറ്റ് ഡ്രസ്സൊന്നും ഇട്ട് ബുദ്ധിമുട്ടാതിരിക്കുക. 4 മരുന്നുകളാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 4ഉം ബെസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിലും മറ്റൊന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. അതിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കറ്റാർവാഴയാണ്. അപ്പോൾ നിങ്ങൾ കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും, ഞാൻ നമ്മുടെ ചൊറിച്ചിലിനുള്ള ഏറ്റവും ബെസ്റ്റും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ചൊറിച്ചിലിനുള്ള റെമഡി. അപ്പോൾ ചൊറിച്ചിലിനുള്ള ഒന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് ഈ കറ്റാർവാഴയാണ്. അപ്പോൾ ഈ കറ്റാർവാഴേൻ്റെ നീര് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് യൂസുള്ളൊരു സസ്യമാണ് കറ്റാർവാഴ. അപ്പോൾ ഏതായാലും ഞാൻ ഒരു 3-4 കൂടി എടുക്കുന്നുണ്ട്. അത് വേറൊരു ആവശ്യത്തിനാണ്. അപ്പോൾ നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാം. കറ്റാർവാഴയുടെ ഈ പൾപ്പിന് നമ്മുടെ ബാക്ടീരിയകളെയും അതുപോലെ ഫംഗസിനെയൊക്കെ തുരത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊറിച്ചിലിന് ബെസ്റ്റ് സാധനമാണ് കറ്റാർവാഴയുടെ നീര്. നമ്മൾ ഈ കറ്റാർവാഴ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം ഊറി വരും. അപ്പോൾ അത് അതിലുള്ള ടോക്സിനാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം, ഒരു 15-30 മിനിറ്റ് നേരം. ഇത് കട്ട് ചെയ്യുമ്പോൾ ആദ്യം 2 സൈഡിലുള്ള ആ മുള്ള് അത് നമുക്ക് ചെത്തിക്കളയണം.
അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരന്ന ഭാഗം ഉണ്ടല്ലോ, ആ പരന്ന ഭാഗത്ത് നിങ്ങട് ഇതിൻ്റെ തൊലി ഫസ്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ ആ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തുനിന്ന് തൊലി കട്ട് ചെയ്യണ്ട. എന്നിട്ട് നമുക്കതിന്ന് സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ പൾപ്പ് ഇങ്ങോട്ട് ചുരണ്ടിയെടുക്കാം. ഇത് ചുരണ്ടിയെടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചുരണ്ടണമെന്നില്ല, ഇത് ചെറിയ ചെറിയ ഓരോ പീസാക്കിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറുകനെ നെടുകനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യാൻ മീൻസ് അതിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യണം, അതായത് ഇങ്ങോട്ട് പറഞ്ഞു പോരാത്ത രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത് ഏകദേശം ഒരു ലിക്വിഡ് രൂപത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇത് ക്ലീൻ ആക്കിയിട്ടുള്ള ബോഡിയിൽ, അതായത് ചൂടുവെള്ളം കൊണ്ട് കഴുകിയ ചൊറിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ബോഡിയിലേക്ക് അബ്സോർബ് ആയിക്കോളും, കഴുകി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ ചൊറിച്ചിലിന് ബെസ്റ്റാണ്. അപ്പോൾ ആ ചൊറിഞ്ഞുണ്ടായ പാടുകളും പോയി കിട്ടും. പിന്നെ രണ്ടാമത്തെ സാധനം നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഈ ചൊറിയുള്ള ഭാഗത്ത് പുരട്ടുക. അപ്പോൾ പുരട്ടിയിട്ട് കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഏത് ചൊറി ഉണ്ടാവുമ്പോഴും ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ ഭാഗത്തൊന്ന് കഴുകുക. അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലെണ്ണ, അതായത് എള്ളെണ്ണ എന്ന് പറയും, അത്, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, ഇത് മൂന്നാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കിത് കൂടാതെ വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഈ 4 സാധനങ്ങളെന്ന് വെച്ചാൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഏത് തരം ചൊറിച്ചിലിനും ബെസ്റ്റാണ് ഈ 4 ഓയിലുകളും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് എണ്ണ ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് കുളിക്കാൻ പോണതിന് മുമ്പ് ഇടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. അപ്പോൾ ഇതൊരു ബെസ്റ്റ് റെമഡിയാണ്. പിന്നുള്ളത് ഉലുവ. ഉലുവ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിന് ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഉലുവേനെ നിങ്ങൾ നിസ്സാരക്കാരനായിട്ട് കാണരുത്. അപ്പോൾ ഉലുവയും തൈരും കൂടിയുള്ള ഒരു പേസ്റ്റ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റെമഡി. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉലുവേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവപ്പൊടി ചൂടുവെള്ളത്തിലാണ് നമ്മൾ സോക്ക് ചെയ്യാനിടുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം ഇട്ട് വെക്കണം, അതായത് രാത്രി നമ്മൾ ഇത് ചെയ്യണം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് ചെയ്ത് വെക്കുക. അപ്പോൾ ഉലുവ, പൊടിക്കാത്ത ഉലുവയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് രാവിലെ അരയ്ക്കുക. അപ്പോൾ ഇത് പൊടി ആയതുകൊണ്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉലുവ നമുക്ക് കുതിരാൻ വേണ്ടി വെക്കണം, എന്നിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വേണ്ട സാധനം എന്ന് വെച്ചാൽ തൈരാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഉലുവ എത്രയാണ് എടുക്കുന്നത് അത്രയും അളവാണ് തൈര് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ തൈരുമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഉലുവ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ്. അപ്പോൾ ഉലുവ അതുപോലെ തന്നെ തൈര്, ഇതിൽ രണ്ടിലുള്ള ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി കാരണം നമുക്ക് ചൊറിച്ചിലിന് എളുപ്പത്തിൽ ശമനം ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൊറിയുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 50% വരെ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കഴുകി കളയാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നാലാമത്തെ റെമഡി എന്ന് വെച്ചാൽ ഒലീവ് ഓയിൽ, നാരങ്ങാനീര്, ഹണി. അപ്പോൾ ഒലീവ് ഓയിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഒലീവ് ഓയിലും നാരങ്ങാനീരും ഹണിയും കൂടിയുള്ള മിക്സർ. അപ്പോൾ ഇത് 3 ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ചെറുനാരങ്ങാനീര്, തേന്, ഒലീവ് ഓയിൽ, ഇത് 3ആണ് അടുത്ത ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് സിംഗിളായിട്ട് നമുക്ക് ചൊറിച്ചിലിനിടാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണം ഉപയോഗിക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, അതുപോലെ 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഹണി, 1 ടീസ്പൂൺ നാരങ്ങാനീര്, അതായത് 3ഉം ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയ ദേഹത്ത് പുരട്ടുക. എന്നിട്ട് അത് നന്നായിട്ട് ആ ചൊറി ഉള്ള ഭാഗത്ത് അബ്സോർബ് ആവും. അപ്പം അത് കഴിഞ്ഞിട്ട് കഴുകി കളയാം. അപ്പം ഞാൻ ഈ പാത്രത്തിലേ ഈ തേനിൻ്റെ ഇത് കൊണ്ടുവന്നപ്പോൾ
അത് അതിൽ കുറച്ച് തട്ടിപ്പോയിരുന്നു. അപ്പോൾ അതാണ് ആ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ കുറച്ച് തേന ഞാൻ എടുത്തത്. പിന്നെ ഈ പറഞ്ഞ 4 സാധനങ്ങൾ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടോ ഇടാം. ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ആവും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലൂസ് ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങളിലൊക്കെയാണ് ഈ ചൊറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് ഈ മരുന്ന് ഇടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചൊറിക്കഥ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.